മഹാഭാരത ഗാഥ തുടരുകയാണ്. കുന്തി, പൃഥ എന്ന കുന്തി യാദവ രാജാവായ ശൂരസേനൻ്റെ മകൾ, കൃഷ്ണപിതാവായ വസുദേവൻ്റെ സഹോദരി. ശൂരസേനൻ്റെ സഹോദരീപുത്രനായ കുന്തിഭോജന് മക്കളില്ല. പെൺകുട്ടി ആയതുകൊണ്ടാവാം അതോ വാത്സല്യം കൂടിയിട്ടാവാം ശൂരസേനൻ പൃഥയെ കുന്തിഭോജന് ദാനം ചെയ്തു. വിചിത്രമായ ദാനം. ഇതിഹാസത്തിൽ ഇതുപോലുള്ള പെൺദാനങ്ങൾ വേറെയുമുണ്ട്. ഏതായാലും വസുദേവൻ ദാനം ചെയ്യപ്പെട്ടില്ല. അമ്മയില്ലാതെ അച്ഛനില്ലാതെ കുന്തിഭോജൻ്റെ കൊട്ടാരത്തിൽ കുന്തി വളർന്നു. അവൾ കുന്തി എന്നറിയപ്പെട്ടു. കുന്തിഭോജൻ്റെ വളർത്തുമകൾ. രാജധാനിയുടെ തിരക്കിലും ഏകാകിനിയായി അവൾ അതിൻ്റെ ഉപശാലകളിലൂടെ അകത്തളങ്ങളിലൂടെ കൗമാരത്തിൻ്റെ പ്രസരിപ്പുമായി ഓടിച്ചാടി നടന്നു. നാളുകൾ കഴിഞ്ഞു. അമ്മയും അച്ഛനും ഓർമ്മകളിൽ നിന്ന് മറഞ്ഞുപോയി. അതിഥികൾ വരുമ്പോൾ സൽക്കരിക്കുക എന്ന അസാധാരണമായ ഉത്തരവാദിത്വവും കുന്തിഭോജൻ കുന്തി എന്ന പെൺകുട്ടിയെ ഏൽപ്പിച്ചു. കുന്തിഭോജൻ്റെ രാജധാനി വല്ലാതെ ഒറ്റപ്പെട്ടു പോയ ഒരു നാളിൽ കുന്തി വെറുതെ പുറത്തേക്ക് നോക്കി നിന്നു. പുലരിയുടെ അരുണകിരണങ്ങൾ അവളുടെ ചന്തമേറിയ മുഖത്തുദിച്ചു. ആരോ ഒരാൾ രാജധാനിയെ ലക്ഷ്യമാക്കി വേഗത്തിൽ നടന്നു വരുന്നുണ്ട്. ആജാനുബാഹു, നെഞ്ചിലേക്ക് നീളുന്ന ഇടതൂർന്ന നീണ്ട താടി, കയ്യിൽ ദണ്ട്, പിന്നെ കമണ്ടലു, അതിൽ ജലം. ശപിക്കുമ്പോൾ എതിരാളിയുടെ മേൽ തെറിച്ചു വീഴുന്ന ജലകണങ്ങൾ. പറഞ്ഞു കേട്ട വിവരം വച്ച് കുന്തി ആളെ തിരിച്ചറിഞ്ഞു. മഹാതപസ്വിയായ ദുർവാസാവ്, ക്ഷിപ്രകോപി, ചിരിപൊഴിക്കാത്ത ജിതേന്ദ്രിയൻ, ജന്മനാ ചിരിക്കാത്തവൻ. അതാണ് ദുർവാസാവിൻ്റെ സവിശേഷത. ചിരിച്ചാൽ ജിതേന്ദ്രിയത്വം കൊഴിഞ്ഞു വീഴുമെന്ന് അദ്ദേഹം കരുതി. എന്തിനാണ് വന്നത് എന്ന് ചോദിക്കാനൊന്നും കുന്തിക്ക് ധൈര്യം വന്നില്ല. മുനിയെ സ്വീകരിക്കാൻ അവൾ ധൈര്യം സംഭരിച്ചു. ആഗതൻ ചോദിച്ചു, കുന്തിഭോജൻ? വിളിക്കാം എന്നു പറഞ്ഞെങ്കിലും കുന്തി അകത്തുപോയില്ല. മുനിയെ പരിചരിച്ചുകൊണ്ട് നിന്നു. കൊട്ടാരത്തിൽ കുറച്ചു കാലം തപസ്സനുഷ്ഠിക്കാൻ വന്നതാണ് മുനി എന്നവൾ മനസ്സിലാക്കി. തപസ്സൊക്കെ വനത്തിലല്ലേ അനുഷ്ഠിക്കേണ്ടത്? സർവസംഘപരിത്യാഗികൾക്ക് ഐശ്വര്യമതം നിറഞ്ഞ രാജധാനിയിൽ എന്തു കാര്യം? തുടങ്ങിയ കുസൃതി ചോദ്യങ്ങളൊക്കെ കുന്തി എന്ന കൗമാരക്കാരിയുടെ ഉള്ളിലൂടെ മിന്നിമറഞ്ഞു. ഇതിനു മുമ്പും ദുർവാസാവ് കുന്തിഭോജൻ്റെ കൊട്ടാരത്തിൽ വന്നിരിക്കണം എന്നും കുന്തി ഓർത്തു. കുന്തി മുനിയുടെ കൂടെ നിന്ന് അദ്ദേഹത്തെ ശുശ്രൂഷിച്ചു. അതായിരുന്നു വളർത്തച്ഛൻ്റെ ആജ്ഞ. അത് അവൾ ഭംഗിയായി നിർവഹിച്ചു. തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ കുന്തി പ്രസരിപ്പോടെ മുന്നിൽ നിന്നു. ചിലപ്പോൾ അവൾ അദ്ദേഹത്തിൻ്റെ കണ്ണുകളിലേക്ക് വിസ്മയത്തോടെ നോക്കി. കൂർത്ത് തിളങ്ങുന്ന ആ കണ്ണുകൾക്കുള്ളിൽ എവിടെയോ ഒരു മന്ദസ്മേരം പിറക്കാൻ സാധ്യതയുണ്ടോ? മുനി ഒരിക്കൽ പോലും കോപാകുലനായില്ല. ഒരിക്കൽ പോലും അവളുടെ നേരെ അട്ടഹസിച്ചില്ല. എന്നാലും ശാപവും വരവും ഉള്ളിൽ വഹിക്കുന്ന ആ കമണ്ടലു ദണ്ഡങ്ങളെ അവളിലെ കൗമാരക്കാരി ഭയന്നു. കുന്തിഭോജൻ പലപ്പോഴും ഭൃത്യനെപ്പോലെ മുനിക്ക് എല്ലാം ഒരുക്കി കൊടുക്കാൻ ഓടി നടന്നു. നിഷ്കളങ്കയായ കുന്തി എന്ന പെൺകുട്ടി മുനിക്ക് വേണ്ട എല്ലാം സമർപ്പണ ബുദ്ധിയോടെ ഒരുക്കി കൊടുത്ത് അദ്ദേഹത്തെ ശുശ്രൂഷിച്ചു. എല്ലാം പരിത്യജിച്ച തപസ്വി കാര്യങ്ങൾ ഒരുക്കി കൊടുക്കാനായി മറ്റൊരാളെ സ്വീകരിക്കുന്നതിലെ അനൗചിത്യമൊന്നും കുന്തി ആലോചിച്ചില്ല. കുന്തി എന്ന അകളങ്കയായ കൗമാരക്കാരി അതൊന്നും ചിന്തിച്ചേയില്ല. അവൾ ഒരു കാര്യം സവിശേഷമായും ശ്രദ്ധിച്ചിരുന്നു. ഒരു കാരണവശാലും മുനിപുങ്കവന് ചെറിയൊരു ബുദ്ധിമുട്ട് സംഭവിക്കാൻ പോലും കുന്തി ഇടവരുത്തിയില്ല. പെട്ടെന്ന് കോപാകുലനാവുന്ന സ്വഭാവത്തോടു കൂടിയ മുനി ശാന്തനായി ദിവസങ്ങളോളം തപസ്സനുഷ്ഠിച്ച ഇടവേളയായിരുന്നു അത്. ദുർവാസാവ് അത് ഓർക്കാതിരിക്കില്ല. കണിശമായ നിഷ്ഠയോടെ കുന്തി എല്ലാ കാര്യവും കൃത്യമായും ചിട്ടയായും അനുഷ്ഠിച്ചു. തിരക്കേറിയ ദിവസങ്ങൾ. എങ്കിലും കുന്തിയുടെ ജീവിതത്തിലെ സന്തോഷഭരിതമായ വേളകളായിരുന്നു അവ. ഓർക്കാൻ അത്ര വലിയ സംഭവങ്ങളൊന്നുമില്ലാതിരുന്ന കുന്തിയുടെ ജീവിതത്തെ ആകെ മാറ്റിമറിച്ച സംഭവ പരമ്പരയായിരുന്നു പിന്നീട് നടന്നത്. ശാപമോ വരമോ? കുന്തിയുടെ സമർപ്പണം മുനിവര്യൻ മനസ്സിലാക്കി. ദിവസങ്ങൾ കൊഴിഞ്ഞു വീണു. ദുർവാസാവ് സന്തുഷ്ടനായിരുന്നു. എങ്കിലും അതൊന്നും അദ്ദേഹം പുറത്തു കാണിച്ചില്ല. മഹാനുഭാവന്മാർ അങ്ങനെയാണ്. ഉള്ളിലുള്ളതൊന്നും പുറത്തു കാണിക്കില്ല. അപ്രകാരം ചെയ്യുന്നത് തകരാറാണ് എന്നവർ കരുതി. ഉള്ളിൽ തോന്നിയതിൻ്റെ തോതനുസരിച്ചാണ് ശാപമോ വരമോ അനുഗ്രഹമോ എന്നൊക്കെ തീരുമാനിക്കുക. മുനി കൊട്ടാരം വിട്ടുപോകുന്ന ദിവസം വന്നെത്തി.
കുന്തിക്ക് ആശ്വാസമല്ല ഭയമാണ് തോന്നിയത്. ഇത്തരം മനുഷ്യർക്ക് എന്തും പറയാനാവും, എന്തും ചെയ്യാനാകും. മറ്റുള്ളവരുടെ ജീവിതം വച്ച് പന്താടുന്നവർ, മൂക്കത്ത് ചുണ്ടി വരുമ്പോഴേക്കും ശാപമെടുത്ത് എറിയുന്നവർ, അവസാനം ചെയ്യേണ്ടത് ആദ്യം ചെയ്യുന്ന ജിതേന്ദ്രിയന്മാർ. വിട പറയൽ വേളയിൽ കുന്തി ദുർവാസാവിൻ്റെ മുന്നിൽ കൈകൂപ്പി പകച്ചു നിന്നു. അവൾ ദുർവാസാവിൻ്റെ അഗാധമായ കണ്ണുകളിലേക്ക് നോക്കി. എന്താണ് ഭാവം? അവൾക്കൊന്നും മനസ്സിലായില്ല. പ്രസാദത്തിൻ്റെ വിദൂര രേഖകൾ പോലും ആ മുഖത്തില്ല. ദണ്ടും കമണ്ഡലവും എടുത്ത് ദുർവാസാവ് പോകാനൊരുങ്ങി. അദ്ദേഹം കുന്തിയെ അരികിലേക്ക് വിളിച്ചു. ഇല്ല, ഈ മനുഷ്യൻ്റെ ഉള്ളിൽ അനുതാപത്തിൻ്റെ ഒരു തിര പോലുമില്ല. ദുർവാസാവ് തൻ്റെ മൗനാധരങ്ങൾ ചലിപ്പിച്ചു. കുന്തി, നീ മിടുക്കി. നമുക്കൊരിക്കൽ പോലും നിന്നോട് കോപിക്കേണ്ടി വന്നില്ല. നിന്റെ ശുശ്രൂഷയിൽ നമുക്ക് തൃപ്തിയുണ്ട്. വരം സ്വീകരിക്കാം. കുന്തി വിറച്ചു. അവൾക്ക് വരം ആവശ്യമില്ല. അതെന്താണെന്ന് പോലും കുന്തി എന്ന പെൺകുട്ടിക്ക് അറിയില്ല. എന്നാൽ മുനിയോട് വരം വേണ്ട എന്ന് പറയാനുള്ള തൻ്റെ ഇടവും അവൾക്കില്ല. എന്തു പറയണമെന്നറിയാതെ കുന്തി പതറി. മുനിയുടെ മുന്നിൽ അവൾ വിറച്ചു നിന്നു. വേണമെന്നോ വേണ്ട എന്നോ പറയാൻ കഴിയാതെ അവൾ കൈകൂപ്പി വിറച്ചു നിന്നു. ദുർവാസാവിൻ്റെ മുഖത്ത് ഭാവഭേദമില്ല. കുന്തിഭോജൻ്റെ കൊട്ടാരത്തിൽ താനൊരു ഏകാകിനിയായ വിരുന്നുകാരിയാണെങ്കിലും കുന്തി ദുഃഖിതയായിരുന്നില്ല. കാറ്റിനോടും കുയിലിനോടും വെയിലിനോടും മഴയോടുമൊക്കെ ആത്മഭാഷണങ്ങൾ നടത്താൻ അവൾ ശീലിച്ചു കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് രാജധാനിയിലെ ദിനങ്ങൾ വിരസാവസാനങ്ങളായിരുന്നില്ല. അച്ഛനും അമ്മയും കൂടെയില്ലാതിരുന്ന ദിനങ്ങൾ അവൾക്കതൊക്കെ ശീലമായി കഴിഞ്ഞിരുന്നു. പെൺകുട്ടിയായി പിറവിയെടുത്തതിനാലാകാം മഹാനുഭാവനായ തൻ്റെ പിതാവ് തന്നെ ബന്ധുവിൻ്റെ വളർത്തുപുത്രിയാക്കിയത്. വസുദേവൻ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് കുന്തി വെറുതെ ഓർത്തു. ദുർവാസാവ് കുന്തിയെ കൃതജ്ഞതയോടെ നോക്കി. അവസാനം ആ മുഖത്തൊരു മാനുഷഭാവം വന്നെത്തിയിരിക്കുന്നു. കുന്തിയുടെ ഹൃദയം ശക്തിയായി മിടിച്ചു. വാത്സല്യത്തിൻ്റെ ഒരു അല മുനിയുടെ മുഖത്ത് മിന്നിമറഞ്ഞുവോ? എന്നാൽ അതൊന്നും വരം വേണോ വേണ്ടയോ എന്ന മുനിയുടെ മുഖത്തു നോക്കി പറയാനുള്ള ധൈര്യം അവൾക്ക് നൽകിയില്ല. അവസാനം ശാപഭയം മൂലം കുന്തി വിക്കി പറഞ്ഞു, ആവാം, വരം തന്നോളൂ. ദുർവാസാവ് അപ്പോഴും പുഞ്ചിരിച്ചിരുന്നില്ല. അദ്ദേഹം അലിവില്ലാത്ത വാക്കുകളിലൂടെ പറഞ്ഞു, നീ ആഹ്വാനം ചെയ്യുന്ന ദേവൻ നിനക്കധീനനായി നിൻ്റെ അരികെ എത്തും. വിചിത്രമായ വരം, ശാപത്തിൻ്റെ മുഖം മൂടി അണിഞ്ഞ വരം, ഇരുതല മൂർച്ചയുള്ള വരം, മുനവച്ച വരം, കൗമാരക്കാരിക്ക്, തിരിച്ചറിവില്ലാത്ത പെൺകുട്ടിക്ക്, തപസ്സിൻ്റെ മറുകര കണ്ട മഹാതപസ്വി ആവശ്യപ്പെടാതെ നൽകിയ അനുഗ്രഹം, അവിവേകത്തിൻ്റെ പ്രലോഭനങ്ങളിലേക്ക് നിഷ്കളങ്കയെ എടുത്തെറിയുന്ന വാക്കുകൾ. കുന്തി ഞെട്ടി. അവൾ ഒരിക്കലും അത്തരമൊന്നും മുനിയിൽ നിന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. കുന്തിയുടെ പ്രതീക്ഷയ്ക്ക് വിപരീതമായി വാർന്നു വീണ വികട സരസ്വതി, മുനിയെ ശുശ്രൂഷിച്ചതിന് കിട്ടിയ പ്രതിഫലം. കുന്തിയുടെ മുഖത്തെ ഭാവമാറ്റമൊന്നും ശ്രദ്ധിക്കാതെ ദുർവാസാവ് സ്ഥലം വിട്ടു കഴിഞ്ഞിരുന്നു. കുന്തി എന്ന സ്ത്രീയുടെ ദുരന്തം അവിടെ നിന്ന് ആരംഭിക്കുന്നു. വിചിത്രമായി പെരുമാറുന്ന ഒരു മനുഷ്യനിൽ നിന്ന് ശാപം പോലെ അടർന്നു വീണ വാഗ്വജ്രത്തിൽ നിന്ന് കുന്തി എന്ന അവിവാഹിതയുടെ, കുന്തി എന്ന രാജപത്നിയുടെ, പിന്നീട് കുന്തി എന്ന അമ്മയുടെ ദുരന്ത നദി പിറവിയെടുക്കുകയാണ്. രാജധാനിയുടെ പതിവ് ശീലങ്ങളിലേക്ക് കുന്തി ഒതുങ്ങി. മുനിയെയും അദ്ദേഹത്തിൻ്റെ വാക്കുകളെയും ആ മുഖം പോലും കുന്തി മറന്നുപോയി. ഇളം വെയിൽ പ്രഭാതങ്ങളിൽ വീണ്ടും കുന്തി പ്രകൃതിയുടെ കളിക്കൂട്ടുകാരിയായി ചിരിച്ചുല്ലസിച്ചു. അസുഖകരമായ പഴയ കാര്യങ്ങളൊക്കെ അവൾ വിസ്മരിച്ചു കളഞ്ഞു. പിന്നീട് എപ്പോഴോ മറന്നുപോയിരുന്ന മുനിയുടെ വരം ഒരു അഗ്നിശലാക പോലെ വ്യക്തമായി, ശക്തിയായി അവളുടെ ഓർമ്മയിൽ തെളിഞ്ഞു. കുന്തിഭോജൻ്റെ കൊട്ടാരം. വല്ലാതെ ഒറ്റപ്പെട്ട ദിനങ്ങളിലൊന്നിൽ കുന്തി പൂമുഖത്തെത്തി പുറത്തേക്ക് നോക്കി നിന്നു. പ്രമദവനങ്ങളിൽ ഇളം വെയിൽ നാളങ്ങൾ പരക്കാൻ തുടങ്ങിയിരുന്നു. അരുണകിരണങ്ങൾ അവളെ പൊതിഞ്ഞു. പെട്ടെന്ന് നീലമലകൾക്കപ്പുറത്തു നിന്ന് ചുവന്നു തൊടുത്ത രശ്മികളാൽ ഒരാൾ തന്നെ നോക്കി മന്ദഹസിക്കുന്നത് പോലെ, തഴുകുന്നത് പോലെ കുന്തിക്ക് തോന്നി. അതാ ചിരിച്ചു നിൽക്കുന്നു പ്രകാശവാനായ ദിനേശൻ. അവളുടെ ശരീരം വിറച്ചു. അവാച്യമായ ഹർഷത്താൽ അവൾ പുളകിതയായി. കൗതുകത്തിൻ്റെ, പ്രലോഭനത്തിൻ്റെ തരംഗങ്ങൾ അവളെ പൊതിഞ്ഞു. കൗമാരക്കാരിയുടെ ഉള്ളിലൂടെ എന്തോ കുസൃതി പറഞ്ഞ് ചിരിച്ച് ഒരിളം കാറ്റ് ചിറകടിച്ചു പറന്നുപോയി. അതിലേതോ സൗഗന്ധിക പൂവിൻ്റെ മണമുണ്ടായിരുന്നു എന്നവൾക്ക് തോന്നി. അറിയാതെ കുന്തി മുകുളിത നേത്രയായിപ്പോയി. ഉദയസൂര്യൻ്റെ കരങ്ങൾ തന്നെ തൊട്ടതായി കുന്തിക്ക് അനുഭവപ്പെട്ടു.
അവളുടെ ഹൃദയം മിടിച്ചു. കാരണമില്ലാതെ കുന്തി ആന്തരികമായി പുളഞ്ഞു. സൂര്യദേവൻ്റെ സുഭഗമായ തേജോരൂപം കുന്തി ഇമവെട്ടാതെ നോക്കി നിന്നു. അവളുടെ മുഖത്ത് കൗതുകവും അനുരാഗവും തിരയടിച്ചു. മുനി പറഞ്ഞ വിദ്യയിലൂടെ സൂര്യനെ ഒന്ന് വിളിച്ചു നോക്കിയാലോ? കുഴപ്പമാകുമോ? ചോദിക്കാൻ അവൾക്ക് ആരുമില്ല. അമ്മ വിദൂരത്ത്, അച്ഛൻ മങ്ങിയ ഒരോർമ്മ. അമ്മയുണ്ടെങ്കിൽ ചോദിക്കാമായിരുന്നു. കുന്തി തുടുത്തുതിച്ചു വരുന്ന ആ പ്രകാശ സാന്നിധ്യത്തെ വീണ്ടും നോക്കി. എന്തൊരു ചന്തം! കുന്തി പിന്നെ വരും വരായികകളൊന്നും ഓർത്തില്ല. ധ്യാനലീനയായി സൂര്യദേവനെ മുനി പറഞ്ഞ പോലെ ആഹ്വാനം ചെയ്തു. അങ്ങനെ ചെയ്യുമ്പോഴും ആരെങ്കിലും പ്രത്യക്ഷപ്പെടും എന്ന് കുന്തിക്ക് ഉറപ്പുണ്ടായിരുന്നില്ല. സങ്കീർണമായൊരു കളിക്കോപ്പിന് താക്കോല് കൊടുക്കുന്ന പോലെയാണ് കുന്തി മുനി പറഞ്ഞ വാക്യം ഉരുവിട്ടത്. മുന്നിൽ സൂര്യനുള്ളതുകൊണ്ട് സൂര്യനെ വിചാരിച്ചു വാക്യം ഉച്ചരിച്ചു എന്നു മാത്രം. ഒരു മാത്ര കടന്നുപോയി. ഒരേയൊരു ഇമവെട്ടലിൻ്റെ സമയം. കുന്തിയുടെ കൊച്ചുമനസ്സ് അനിശ്ചിതത്വത്താൽ കനത്തു. എത്തുന്ന തൊട്ടടുത്ത നിമിഷത്തിനു മുമ്പ് അതാ മുന്നിലൊരു പുരുഷൻ നീണ്ടുയർന്ന് ചിരിച്ചു നിന്നു. സാക്ഷാൽ പകലവൻ. അതൊരു വല്ലാത്ത ചിരിയായിരുന്നു. വിജയിയുടെ ചിരി, പുരുഷൻ്റെ ചിരി. കുന്തിയുടെ മുന്നിൽ കതിരവൻ നിന്ന് ചിരിച്ചു. കുന്തി ഭയന്നുപോയി. അവൾ വിറച്ചു. പകലവൻ അക്ഷോഭ്യനായി പറഞ്ഞു, പറയൂ, നിനക്കെന്നിൽ നിന്ന് എന്താണ് വേണ്ടത്? വേണ്ടത് സ്വീകരിക്കുക. കുന്തി വിക്കി പറഞ്ഞു, എനിക്കൊന്നും വേണ്ട, ഞാൻ വെറുതെ. മുന്നിലെ പുരുഷൻ വീണ്ടും ചിരിച്ചു. കുന്തി പരിഭ്രമിച്ചു പറഞ്ഞു, പൊയ്ക്കോളൂ. കുന്തി കുറ്റബോധത്തോടെ തലതാഴ്ത്തി നിന്നു. അവളുടെ ചുണ്ടിൽ വീണ്ടും വിറ പടർന്നു. ആഴത്തിൽ നിന്നെത്തിയ ഒരു തേങ്ങൽ അവളെ പിടിച്ചുലച്ചു. വീണ്ടും ഇടറി പറഞ്ഞു നോക്കി, ഞാൻ വെറുതെ വിളിച്ചതാണ്, എനിക്കറിയില്ലായിരുന്നു, ക്ഷമിക്കുമോ? മുന്നിൽ ഉയർന്നു നിന്ന് തിളങ്ങിച്ചിരിക്കുന്ന പുരുഷൻ അക്ഷരങ്ങൾ ഉറപ്പിച്ചുകൊണ്ട് പറഞ്ഞു, എന്നെ ആരും വെറുതെ വിളിക്കാറില്ല. നീ വിളിച്ചു, ഞാൻ വന്നു. വെറുതെ വിളിച്ചു വരുത്തി പോകാൻ പറയുകയോ? ഞാൻ നിന്നെ ദഹിപ്പിക്കും. നിനക്ക് വരം തന്ന ബ്രാഹ്മണനെയും ദഹിപ്പിക്കും. മുന്നിൽ തിളച്ചുമറിയുന്ന ആ ചിരപുരാതനമായ പുരുഷരോഷം ആ പ്രായത്തിലും കുന്തിക്ക് മനസ്സിലായി. അവൾ വീണ്ടും വിറച്ചു. താൻ കാരണം മുനിക്ക് ആപത്തുണ്ടായാൽ പിന്നെ കഴിഞ്ഞു. രാജ്യവും രാജധാനിയും വളർത്തച്ഛനുമൊക്കെ ഭസ്മം. അപ്പോഴും മുന്നിലെ പ്രകാശ സാന്നിധ്യത്തിൻ്റെ മുഖത്ത് നിന്ന് ചിരി മങ്ങിയിരുന്നില്ല. എന്തൊരു തരം ചിരിയാണിത്? ഈ ചിരി ആത്മവിശ്വാസത്തിൻ്റെയോ അതോ ആത്മരതിയുടെയോ അതോ പച്ചയായ പുരുഷാഭിലാഷത്തിൻ്റെയോ? കുന്തിയുടെ പാദങ്ങൾ തളർന്നു, ശരീരം വിറച്ചു. കൂടെ ആരുമില്ല, ഒരു കൂട്ടുകാരി പോലും. കുന്തി കണ്ണുകൾ ഇറുക്കി അടച്ചു. പിന്നെ പറഞ്ഞു, എനിക്ക് അങ്ങയിൽ നിന്ന് അങ്ങയെപ്പോലുള്ള ഒരു കുഞ്ഞ്. അങ്ങനെയാകട്ടെ. ഒരു നിമിഷം ചിരി മങ്ങാതെ തന്നെ സൂര്യൻ അവളിൽ നിറഞ്ഞു. കുന്തിയിൽ വെളിച്ചത്തിൻ്റെ ഒരു പൗർണമി ഉദിച്ചു പൊലിഞ്ഞു. അവിവാഹിതയായ അമ്മ. കുന്തിയുടെ പിന്നീടുള്ള കൊട്ടാര ദിനങ്ങൾ ഇരുണ്ടു. അവിവാഹിതയായൊരു അനാഥ ബാലികയുടെ ഏകാന്തമായ മഹാസങ്കടങ്ങളിലേക്ക് അവൾ ഒഴുകി വീണു. ചുറ്റുപാടുകളിൽ നിറഞ്ഞു നിന്ന് പ്രകൃതി അമ്മയെപ്പോലെ തൻ്റെ ചന്തങ്ങളിലൂടെ അവളെ നോക്കി മന്ദഹസിച്ചു. ഓടിയെത്തിയ സമീരണൻ അവളുടെ മുടിയിഴകളെ തഴുകി. പ്രമദവനത്തിലെ അശോകമരത്തിലിരുന്ന് പേരറിയ ആ പക്ഷി അവൾക്കൊരു പാട്ടുപാടിക്കൊടുത്തു. ഒരേയൊരു വിശ്വസ്തയായ സഖിയോട് മാത്രം കാര്യം പറഞ്ഞു. അവൾ ഞെട്ടിയില്ല, പകരം കുന്തിയെ സാന്ത്വനിപ്പിച്ചു. അന്തഃപുരത്തിൻ്റെ ഇരുട്ട് നിറഞ്ഞ അകത്തളങ്ങളിൽ അവൾ തൻ്റെ രഹസ്യം ഒളിപ്പിച്ചു വച്ചു. അതിൻ്റെ പ്രകാശം മങ്ങിയ ഉപശാലകളിൽ വച്ച് അവൻ പിറന്നു. കർണൻ. സഖി മാത്രം കൂടെ ഉണ്ടായിരുന്നു. തേജസ്സിൻ്റെ ഒരു ബിംബം പോലെ കുഞ്ഞ്. ജന്മനാ കിട്ടിയ കവചകുണ്ടലങ്ങൾ കണ്ട് കുന്തി പകച്ചു, പിന്നെ സന്തോഷിച്ചു. കൊട്ടാരത്തിന് പുറത്തെ ലോകത്തെക്കുറിച്ച് കുന്തി ആലോചിച്ചു. അവിവാഹിതയായ രാജകുമാരിയെ അവർ പതിത എന്ന് വിളിച്ച് ആക്രമിക്കും. സദാചാരത്തിൻ്റെ ഗിരിപ്രഭാഷകർ ഒത്തുകൂടും. ധർമ്മശാസ്ത്രങ്ങളുടെ പുരാതന താളുകൾ തുറക്കപ്പെടും. നരച്ച പുരികങ്ങൾക്കുള്ളിൽ നിന്ന് സ്മാർത്ത വിചാരത്തിൻ്റെ തുളച്ചു കയറുന്ന കൂർത്ത ആൺനോട്ടങ്ങൾ തനിക്ക് ചുറ്റും കോട്ട കെട്ടും. സ്മൃതിപ്രമാണങ്ങളുടെ പൗരോഹിത്യം കുറിച്ചിട്ട് ഇരുണ്ട കാരികകൾക്കിടയിൽ കിടന്ന് ജീവിതം മുടങ്ങും. പാടില്ല. കുന്തി വിവേകത്തിലേക്ക്, പ്രായോഗികതയിലേക്ക് ഉണർന്നു. അവളിപ്പോൾ ആ പഴയ കൗമാരക്കാരിയല്ല. സഖി വളരെ പണിപ്പെട്ട് ഒരു വർണ്ണപ്പെട്ടി നിർമ്മിച്ചു. കുഞ്ഞിനെ അതിൽ കിടത്തി.
എന്തൊരു ചന്തമാണ് അവന്! എന്നാൽ ആഹ്ലാദത്തിൻ്റെ ചിറകടിയൊച്ച അകന്നുപോയി. കുന്തിയുടെ ഹൃദയം വിങ്ങി. കൈകാലിട്ടിളക്കി അവൻ ചിരിച്ച് കളിച്ചു കിടന്നു. വിഭാതം അപ്പോഴും ഉണർന്നിരുന്നില്ല. അവർ നടന്നു, കുന്തിയും സഖിയും. കുന്തി പെട്ടിയിൽ കിടക്കുന്ന തൻ്റെ മകനെ മാറോട് ചേർത്തു. അവൾക്ക് കണ്ണീരടക്കാൻ കഴിഞ്ഞില്ല. യമുനയുടെ തീരത്ത് അപ്പോഴും ഇരുട്ടായിരുന്നു. രാജകൊട്ടാരവും ഉണർന്നു കഴിഞ്ഞിരുന്നില്ല. അവർ വേഗം നടന്നു. യമുനയുടെ ഓളങ്ങൾ ഒന്നും സംഭവിക്കാത്തതുപോലെ ചിരിച്ചൊഴുകി. കുന്തിയുടെ അധരങ്ങൾ വിറച്ചു. തലമുടി പാറിപ്പറന്നു. അരുത് എന്ന് കാറ്റ് പറഞ്ഞ പോലെ കുന്തിക്ക് തോന്നി. തേങ്ങലടക്കാൻ പാടുപെട്ട് കുന്തി വേഗം നടന്നു. സഖിയുടെ മുഖം നിർമ്മമം. അന്തഃപുരത്തിൻ്റെ പിന്നാമ്പുറങ്ങളിൽ നടന്നിരിക്കാവുന്ന ഒരുപാട് കഥകൾക്ക് സാക്ഷിയായിരുന്നിരിക്കാം അവൾ. കുന്തി നിന്നു. കുഞ്ഞിനെ ഒന്നുകൂടി മാറിൽ ചേർത്തു. അവൾ പതുക്കെ പതുക്കെ കുഞ്ഞിനെ യമുനയുടെ തിരക്കൈകളിലേൽപ്പിച്ച് തിരിഞ്ഞോടവേ യമുന തന്നെ തൊട്ടുവോ എന്നവൾക്ക് തോന്നി. വർണ്ണപ്പെട്ടിയിൽ കിടന്ന് അവൻ വീണ്ടും ചിരിച്ചു. യമുന അവനെ ഏറ്റെടുത്തു. കുന്തി തിരിഞ്ഞു നോക്കാതെ രാജധാനി വരെ ഓടി. കൊട്ടാരത്തിലെത്തി. ശബ്ദമുണ്ടാക്കാതെ കിടക്കയിൽ കിടന്ന് അലമുറയിട്ടു. സഖി കൂടെ നിന്നു. ഒളിച്ചുവച്ച വിഷാദപർവങ്ങൾ. കർണൻ തൻ്റെ പുത്രനാണ് എന്ന കാര്യം കർണനോടല്ലാതെ മറ്റാരോടും കുന്തി വെളിപ്പെടുത്തിയില്ല. അപ്രകാരം ചെയ്യാൻ എത്രയോ സന്ദർഭങ്ങൾ മുന്നിലുണ്ടായിരുന്നു. വ്യക്തിപരമായ മിഥ്യാഭിമാനം മാത്രമായിരുന്നുവോ അതിനു കാരണം എന്ന് സംശയിക്കാനാവില്ല. ഇതിഹാസകാരൻ അത്തരമൊരു മുഹൂർത്തം സൃഷ്ടിച്ചില്ല. യുദ്ധം വിധിവിഹിതമാണെന്ന ഒരാഖ്യാനത്തിൻ്റെ അന്തർധാര ശക്തമായപ്പോൾ, വിവേകമില്ലാത്ത ഒരു ജനത മുഴുവൻ അതിനെ ആഘോഷിച്ചപ്പോൾ, പിന്നെ കുന്തിയുടെ തുറന്നു പറച്ചിലിനൊന്നും ഇതിഹാസകഥയിൽ ഇതിഹാസകഥയിൽ ചർച്ച ചെയ്യപ്പെട്ടില്ല. അധികാരം, ക്ഷത്രിയൻ, യുദ്ധം, വെട്ടിപ്പിടുത്തം, വീരാപദാനം, അശ്വമേധം, ബ്രാഹ്മണദാനം തുടങ്ങിയ വാക്കുകൾ ഉൾക്കൊള്ളുന്ന ഒരു സമവാക്യം രൂപം കൊണ്ടു കഴിഞ്ഞിരുന്നു. ഹിംസയ്ക്ക് പകരം അപാരമായ കാരുണ്യവും സഹിഷ്ണുതയും പകരം വയ്ക്കുന്ന പ്രത്യയശാസ്ത്രത്തിന് പ്രാമുഖ്യം ലഭിച്ചിരുന്നില്ല. കുന്തി സങ്കടങ്ങളൊക്കെ ഉള്ളിൽ വെച്ചു. ദ്യൂതസഭയിൽ തൻ്റെ മൂത്ത മകൻ അധമനെപ്പോലെ പെരുമാറിയപ്പോൾ കുന്തിക്ക് എന്തു തോന്നി എന്ന് ഇതിഹാസം ചർച്ച ചെയ്യുന്നില്ല. പിന്നീട് 3 മക്കൾ ജനിച്ചു കഴിഞ്ഞിട്ടും കുന്തിയുടെ ആദിപാപത്തിൻ്റെ പ്രഭാവം നിലനിന്നു. നീണ്ട രാവുകളിൽ അവർ മക്കളും പാഞ്ചാലിയും കാണാതെ കണ്ണീരൊഴുക്കി. ഉള്ളിൽ കുന്തി വേദനകളുടെ ഒരു നെരിപ്പോട് കൊണ്ടു നടന്നു. ആരും അതറിഞ്ഞിരുന്നില്ല. ഹൃദയം പങ്കുവയ്ക്കാൻ കുന്തിക്ക് കുട്ടിക്കാലം തൊട്ടേ ആരുമുണ്ടായിരുന്നില്ല. മാദ്രി ഭർത്താവിൻ്റെ ചിതയിൽ സതിയനുഷ്ഠിച്ചത് കുന്തിക്ക് മറ്റൊരാഘാതമായി. മാദ്രിയുടെ മക്കളെയും തൻ്റെ ഓമനകളായി വളർത്താൻ അവർക്ക് കഴിഞ്ഞു. അർജുനൻ്റേത് മാത്രമായിരുന്നിട്ടും ദ്രൗപദി 5 പേരുടെയും പത്നിയായിരിക്കട്ടെ എന്ന് അഭിപ്രായപ്പെട്ടത് അമ്മയുടെ മക്കളോടുള്ള സ്വാർത്ഥത കൊണ്ട് മാത്രം. കർണൻ വളരുന്നത്, വലുതാകുന്നത്, കൗന്ദേയൻ രാധേയനായി മാറുന്നത്, സൂര്യപുത്രൻ അധിരഥപുത്രനായി മാറുന്നത് എല്ലാം കനത്ത ഹൃദയത്തോടെ ഏകാന്തമായി കുന്തി കണ്ടുകൊണ്ടിരുന്നു. തന്നോട് തൻ്റെ മാതാപിതാക്കൾ ചെയ്തത് തന്നെയാണ് താൻ തൻ്റെ മൂത്തപുത്രനോട് ചെയ്തത് എന്ന് വിചാരിച്ചിരുന്ന് വിഷമിക്കാത്ത രാവുകൾ കുന്തിക്കുണ്ടായിരുന്നില്ല. രാജകുമാരിയായ താൻ തൻ്റെ പ്രഭാവവാനായ കുഞ്ഞിനെ ജാതിക്കോമരങ്ങൾക്കിടയിലേക്ക് എറിഞ്ഞുകൊടുത്തു. തലങ്ങും വിലങ്ങും അവനെ എല്ലാവരും സൂതപുത്രൻ എന്ന ജാതിപ്പേര് വിളിച്ച് അപമാനിച്ചു. ദ്രോണനിലെയും അശ്വത്ഥാമാവിലെയും ബ്രാഹ്മണൻ ഒരിക്കലും കർണനെ കൊണ്ടാടിയില്ല. പലപ്പോഴും അതവർ പുറത്തു കാണിച്ചു. അത് തൻ്റെ മകനെ ധിക്കാരിയാക്കി മാറ്റി. അവൻ്റെ മൂർച്ചയുള്ള വാക്കുകൾ ഭീഷ്മനടക്കം പലരെയും മുറിവേൽപ്പിച്ചു. പിന്നെ അവൻ ഒന്നിനു പിറകെ വേറൊന്നായി ശാപമെന്ന ദുരന്തം വാരിക്കൂട്ടി. നായകൻ്റെ വഴി ഉപേക്ഷിച്ച് തൻ്റെ മകൻ പലപ്പോഴും പ്രതിനായകൻ്റെ ഇടവഴികളിലേക്ക് ചേക്കേറി. കുന്തി എന്ന സ്ത്രീയുടെ മഹാസങ്കടങ്ങളുടെ കഥ ഇങ്ങനെ നീണ്ടുപോകുന്നു. പെൺജന്മത്തിൻ്റെ പിറകെ പിറക്കുന്ന വിലക്കുകളുടെ, പരിമിതികളുടെ, മുൻധാരണകളുടെ ഭാരമേറിയ പാരമ്പര്യത്തിൻ്റെ നിഴലുകൾ കുന്തിയെ എന്നും പിന്തുടർന്നു. പെണ്ണിൻ്റെ കണ്ണുനീരിൻ്റെ മുന്നിൽ നിന്ന് ധർമ്മശാസ്ത്രങ്ങൾ സമർത്ഥമായി ക്രൂരമായി പിന്മാറി. അതിൻ്റെ മന്ത്രോച്ചാരണങ്ങൾ
യാന്ത്രികമായി തുടർന്നുകൊണ്ടിരുന്നു. പാണ്ഡുവിൻ്റെ പത്നി എന്ന നിലയിലും കുന്തിയുടെ ജീവിതം അത്രയൊന്നും സമാധാനപൂർണമായിരുന്നില്ല. ജന്മനാ തന്നെ ശാപം കിട്ടിയ ഭർത്താവ്, പാവപ്പെട്ട ഒരു സ്ത്രീയുടെ സഹജമായ പ്രതികരണത്തിന് ശിക്ഷയായി മഹാനുഭാവനായ പിതാവ് അവളിൽ പിറന്ന പുത്രന് ശിക്ഷ നൽകുന്നു. വലിയവർ എന്നും ഇങ്ങനെയൊക്കെ ചെയ്തു കൂട്ടി. തൊഴുകൈകളുമായി അനുയായികൾ അവ ഏറ്റെടുത്തു. അമ്മയുടെ കുറ്റത്തിന് ശിക്ഷ മകന്. വിളർച്ചയുടെ അനാരോഗ്യകരമായ ശരീരനിറവുമായി ജനിച്ച പാണ്ഡു എന്ന രാജാവ് ജന്മനാ ശപിക്കപ്പെട്ടവൻ. കുന്തി അതൊക്കെ മറന്നു. കാര്യങ്ങൾ അവിടെ നിന്നില്ല. പിന്നെ പതിവ് പോലെ കാട്ടിലെ മൃഗങ്ങളെ പോയി കൊന്നൊടുക്കി പ്രതാപം കാണിക്കാനുള്ള ബുദ്ധിശൂന്യമായ ആസക്തി രാജാവിൽ നിറഞ്ഞു. അതിന് പാണ്ഡുവിന് മറ്റൊരു ശാപം, കഠിനമായ ശാപം നൽകിയത് പതിവ് പോലെ ഒരു മുനി, കിന്തമൻ. അത് പാണ്ഡുവിൻ്റെ പൗരുഷം ഒരു മിഥ്യയാക്കി. അതോടെ കുന്തി എന്ന സ്ത്രീയുടെ ദാമ്പത്യം അവസാനിക്കുന്നു. ആദർശശുദ്ധിയില്ലാത്ത രാജാക്കന്മാരുടെ മഹാപരമ്പരകൾ നീണ്ടു. ദുഃഖപുത്രിമാരെ തള്ളിക്കളഞ്ഞ് പുരുഷേതിഹാസങ്ങൾ മുന്നോട്ടു പോയി. ജീവിച്ചിരിക്കുമ്പോൾ വിധവകളാക്കപ്പെട്ട കുന്തിമാരിൽ നിന്ന് വംശവർധന ലക്ഷ്യമാക്കി കൗശലങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു. മാദ്രിമാർ സതി അനുഷ്ഠിക്കാൻ കാത്തുനിന്നു. ഹസ്തിനപുരിയിലെ ആദ്യ നാളുകൾ. കാട്ടിൽ പിറന്ന മക്കളെയും കൂട്ടി കുന്തി ഹസ്തിനപുരിയിലെത്തിയപ്പോൾ ധൃതരാഷ്ട്രൻ അവരെ അനുജൻ്റെ മക്കളായി അംഗീകരിച്ചത് അർത്ഥമനസ്സോടെയായിരുന്നു. കുന്തിയും മക്കളും എന്നും അവഗണിക്കപ്പെട്ടു. പിന്നെ ഉപജാപങ്ങൾ, വധശ്രമങ്ങൾ. കുന്തി വല്ലാതെ ഒറ്റപ്പെട്ടു. സ്വന്തം ദുഃഖം പങ്കുവയ്ക്കാൻ അവൾക്ക് ആരുമില്ലായിരുന്നു. മാത്രമല്ല, താനൊരു തെറ്റു മറച്ചുവച്ചിട്ടുണ്ട് എന്ന കുറ്റബോധം അവരെ എന്നും പിന്തുടർന്നു. പിന്നെ വാരണാവതം, വനയാത്ര, ദ്യൂതപർവം. കുന്തിയുടെ യാതനാപർവങ്ങൾ നീണ്ടുപോയി. മഹാരഥന്മാരൊക്കെ നിസ്സഹായത നടിച്ചു പിന്മാറി. കുന്തി എന്ന അച്ചമ്പങ്ങളുടെ മക്കളുമായി കൃഷ്ണൻ സൗഹൃദം പ്രഖ്യാപിച്ചപ്പോൾ കുന്തിയുടെ ഉള്ളിൽ കുളിരു വീണു. പുതിയൊരു രക്ഷിതാവിനെപ്പോലെ സഹോദരപുത്രനെത്തി. വാരണാവതത്തിലേക്ക് പോകുമ്പോൾ ഭീഷ്മനോ ദ്രോണനോ ധൃതരാഷ്ട്രനോ തടഞ്ഞില്ല. ഇന്ദ്രപ്രസ്ഥത്തിൽ മക്കളുടെ കൂടെ കഴിഞ്ഞപ്പോൾ മാത്രമാണ് അവരെ മനസ്സമാധാനവും പിന്നെ സൗഭാഗ്യങ്ങളും തേടിയെത്തിയത്. ഇന്ദ്രപ്രസ്ഥത്തിലെ രാജമാതാവായി അന്ന് അവർ പ്രശോഭിച്ചു. ഇതിഹാസം നൽകിയ ആ ഇടവേളയിൽ കുന്തി ആഹ്ലാദവതിയായി. മനോഹരമായ ദിനങ്ങൾ, ചിരിക്കാൻ കഴിഞ്ഞ ദിവസങ്ങൾ, രാജകീയതയുടെ അലങ്കാരങ്ങൾ. മക്കൾ നേടിയെടുത്ത എല്ലാം അന്ന് ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും മടിത്തട്ടിലിരുന്ന് അവർ സാവകാശം ആസ്വദിച്ചു. പുത്രപത്നിയോടൊപ്പം കുന്തി ആമോദത്തോടെ ദിനങ്ങൾ കഴിച്ചുകൂട്ടി. താൻ ഒരു വിധവ മാത്രമാണ് എന്ന് തോന്നാതിരുന്ന ഒരേയൊരു ഇടവേള. കറുത്ത ദിനങ്ങൾ പിന്നെ കുതിച്ചെത്തി. രാജസൂയത്തിൻ്റെ ആഹ്ലാദാരവങ്ങൾ തീരുന്നതിന് മുമ്പ് വിതുരൻ ദ്യൂതത്തിനുള്ള ധൃതരാഷ്ട്രൻ്റെ ക്ഷണവുമായി എത്തി. പിന്നീട് നടന്നതൊക്കെ യാന്ത്രികമായ വേഗതയിലായിരുന്നു. മഹാവാദങ്ങൾ പോലെ ദുരന്തങ്ങൾ ഒന്നൊന്നായി അണഞ്ഞു. അതിനൊക്കെ പ്രധാന കാരണക്കാരൻ ധർമ്മപുത്രനാണെങ്കിലും അനുസരണത്തിൻ്റെ ആ പഴയ ശീലത്താൽ ആരും ഒന്നും മിണ്ടിയില്ല. അന്ധമായി അനുസരിക്കുക എന്നതിലെ ബുദ്ധിശൂന്യത മനസ്സിലാക്കപ്പെട്ടില്ല. യുധിഷ്ഠിരൻ അവിവേകിയെപ്പോലെ എല്ലാത്തിനും വഴങ്ങി. ആരോടും ചോദിച്ചില്ല. വിഡ്ഢിയെപ്പോലെ ഓരോ പതനവും വിധിയുടെ പേരിൽ, ധർമ്മത്തിൻ്റെ പേരിൽ ഏറ്റുവാങ്ങി. എല്ലാം പോയി. അപ്പോഴും ദുരിതങ്ങളുടെ കേന്ദ്രബിന്ദുവിൽ കുന്തി നിന്നു. ചൂതുകളി പുറമേക്ക് പ്രശാന്തമായ ആ കാളരാത്രിയുടെ ഇരുട്ട് കുന്തിയുടെ ഉള്ളിൽ നിന്ന് പോയില്ല. അന്നത്തെ ഗാന്ധാരി നിശബ്ദത പാലിച്ചു. ഹൃദയശൂന്യമായ നിശബ്ദത. ഭഗീരഥി തീരത്തിപ്പോൾ തൻ്റെ കൂടെ ദീനയായിരിക്കുന്ന ഈ ഗാന്ധാരി ആയിരുന്നില്ല അന്ന് അന്തഃപുരത്തിൽ കാണപ്പെട്ടത്. പിന്നീട് നടന്നത് കഥ. ദുരന്തങ്ങൾക്കു ശേഷം മഹാദുരന്തമായ ഭാരതയുദ്ധവും. മന്ദാകിനിയുടെ സൈകതഭൂമിയിൽ മെലിഞ്ഞു വിളറിയ തൻ്റെ ശരീരവുമായി കുന്തിയിരുന്നു. അരികെയിരിക്കുന്ന ഈ അന്ധനായ വൃദ്ധനും മെലിഞ്ഞ് ക്ഷീണിച്ച ശരീരവുമായിരിക്കുന്ന കണ്ണുകെട്ടിയ സ്ത്രീയും അന്ന് തൻ്റെ മക്കളുടെ എതിർപക്ഷത്തായിരുന്നു. അതുകൊണ്ട് തൻ്റെയും ശത്രുപക്ഷത്ത് കാലം എന്തൊക്കെ മറക്കാൻ പഠിപ്പിച്ചിരിക്കുന്നു. ഈ തീരത്തൊഴുകിയണയുന്ന കാറ്റുകളിൽ നന്മ നിറഞ്ഞ മനുഷ്യരുടെ സ്വരവീചികൾ ചേർന്നിരിക്കണം. യുദ്ധവും ഹിംസയുമില്ലാത്ത ഒരു കാലത്തിൻ്റെ മനുഷ്യ സാഹോദര്യം മണക്കുന്ന ആർദ്രമായ വാക്കുകൾ. കുന്തി തരളിതയായി. വ്യാസനോട് എല്ലാം തുറന്നു പറയാൻ അവസരം കിട്ടി. കാലത്തിൻ്റെ ആന്തരികതയിൽ എവിടെയോ കനിവുണ്ടായിരിക്കണം. ഇനിയിപ്പോൾ
പ്രിയപ്പെട്ടവരെ കാണാനും കഴിയുമെന്ന് അദ്ദേഹം പറയുന്നു. ശരിയായിരിക്കും. കാലപുരുഷനായ തൻ്റെ ശ്വശുരൻ, മഹാവിസ്മയങ്ങൾ ഉള്ളിലടക്കിയ കാലപുരുഷൻ, മഹാദുരന്തങ്ങൾ പരിക്കേൽപ്പിക്കാത്ത വിസ്മയസ്വരൂപൻ, കറുപ്പിൻ്റെയും വെളുപ്പിൻ്റെയും മഹാവൈരുദ്ധ്യങ്ങൾ സമന്വയിക്കുന്ന രഹസ്യാത്മാവ്. മക്കളെ തനിച്ചാക്കി വനത്തിലേക്ക് പോന്നത് ശരിയാണോ എന്നതിനെക്കുറിച്ച് കുന്തി പലവട്ടം ആലോചിച്ചിട്ടുണ്ട്. ഓരോ തവണയും അത് ശരിയായിരുന്നു എന്ന ഉത്തരമാണ് കുന്തിക്ക് ഉള്ളിൽ നിന്ന് കിട്ടിയത്. ഏറെക്കാലം മക്കളുടെ കൂടെ നിന്നു. ശത്രുതയൊക്കെ അസ്തമിച്ച ജീവിതത്തിൻ്റെ സായന്തനത്തിൽ ഈ വൃദ്ധ ദമ്പതികളുടെ കൂടെ കഴിയാം എന്ന തീരുമാനം ശരിയായിരുന്നു. അത് തനിക്ക് ആശ്വാസം നൽകി. ശിബിരത്തിൽ വച്ച് കൊല്ലപ്പെട്ട പേരക്കുട്ടികളുടെ ഓർമ്മകൾ തങ്ങി നിൽക്കുന്ന ഹസ്തിനപുരിയിലെ മഹാറാണിയുടെ മന്ദിരങ്ങൾ ഉപേക്ഷിച്ചു പോന്നു. മന്ദാകിനിയും ഈ വനരാജിയും തന്നെ സ്വീകരിക്കാതിരിക്കില്ല. പിൻവാക്ക്. കുന്തിക്ക് വരൻ ലഭിച്ച കഥ ഇതിഹാസത്തിലെ ആദിപർവം, ആശ്രമവാസപർവം എന്നീ ഭാഗങ്ങളിൽ പ്രധാനമായും മറ്റു ചിലയിടത്ത് അപ്രധാനമായും പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. അത്രയേറെ പ്രധാനമായ മറ്റൊന്നും പിന്നെ കുന്തി എന്ന കഥാപാത്രത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. കർണൻ്റെയും പാണ്ഡവരുടെയും ജീവിതവുമായി ചേർന്ന് അത് കുന്തിയുടെ ജീവിതത്തിൽ ദുരന്തം വർഷിച്ചു. കുന്തിഭോജൻ ഒരുക്കിയ സ്വയംവരത്തിൽ വച്ച് പിന്നെ പാണ്ഡുവിനെ സ്വീകരിച്ചു. മറ്റു രാജാക്കന്മാരിൽ നിന്നും വ്യത്യസ്തമായി പാണ്ഡുവിൽ കുന്തി ഒന്നും കണ്ടില്ല. എല്ലാവരിലും എന്ന പോലെ അധികാരമതം അത് പാണ്ഡുവിൽ നിറഞ്ഞു. പിന്നെ വിനോദാസക്തി, ഹിംസാവേശം, ആയുധത്തിൻ്റെ സംസ്കാരം എല്ലാം പതിവ് പോലെ. ഹൃദയവിശാലതയുടെ മനുഷ്യാവസ്ഥയെക്കുറിച്ചുള്ള ബോധം, അപാരമായ സഹാനുഭൂതി, അത്തരം കാര്യങ്ങളൊന്നും രാജകുമാരന്മാരുടെ പാഠ്യപദ്ധതിയിലില്ല. യുദ്ധം, ഹിംസ, വെട്ടിപ്പിടിക്കൽ, ദിഗ്വിജയം, തത്സംബന്ധിയായ പാഠങ്ങൾ അതൊക്കെയാണ് രാജകുമാരന്മാർ ഉരുവിട്ട് പഠിക്കുക. ആയുധാഭ്യാസത്തിൻ്റെ വിസ്മയലോകങ്ങളിലേക്ക് അവർ എടുത്തെറിയപ്പെടുന്നു. കവികളും ചിന്തകരും രാജധാനികളിലെ വാഴ്ത്തുപാട്ടുകാരും പുരോഹിതന്മാരും അരങ്ങ് തകർത്തു. മധുപാന രഥോത്സവങ്ങളുടെ നീണ്ടുപോകുന്ന സർഗങ്ങളാൽ മഹാകാവ്യങ്ങൾ നിറഞ്ഞു. മാത്രമല്ല, നായാട്ട്, ചൂതാട്ടം തുടങ്ങിയവ രാജകീയ വിനോദങ്ങളായി ആഘോഷിക്കപ്പെട്ടു. എഴുത്തുകാർ യുദ്ധസങ്കീർത്തനങ്ങൾ പാടിക്കൂടെ ചേർന്നു. അവർക്ക് സ്വർണ്ണക്കിഴികൾ പ്രതിഫലമായി കിട്ടി. അവരുടെ മംഗളപത്രങ്ങളാൽ അക്ഷരവിദ്യ വീർപ്പുമുട്ടി. അമ്മമാർ വീരപ്രസുക്കളായി വാഴ്ത്തപ്പെട്ടു. അപ്പോൾ എല്ലാമായി. പാണ്ഡുവും അവയുടെയൊക്കെ ആശയസംഹിത ശീലിച്ച അത്തരക്കാരിൽ ഒരാൾ. മാത്രമല്ല, അമ്മയുടെ അപരാധത്തിന് മകനിലേക്ക് നീണ്ടുവന്ന പിതാവിൻ്റെ ശാപവും. വിളറി വെളുത്ത ശരീരം എന്ന അവസ്ഥ. അപ്രകാരം എത്രയോ വൈരുദ്ധ്യങ്ങളുമായി ഇതിഹാസാഖ്യാനം മുന്നോട്ടു പോകുന്നു. കുന്തിമാർ നിഴലുകളായി നിന്നു. ഭരണമെന്ന ഉത്തരവാദിത്വം അവഗണിച്ച് പാണ്ഡു കുന്തിയെയും മാദ്രിയെയും കൂട്ടി നായാട്ടിനിറങ്ങി. സേനയെയും പരിവാരങ്ങളെയും കൂട്ടി കാട് വളഞ്ഞ് ആർത്തു വിളിച്ചു. സാധുമൃഗങ്ങൾ ജീവനും കൊണ്ടോടി. കൂടെ വന്ന സ്തുതിപാഠകർ മഹാരാജാവിൻ്റെ ധൈര്യത്തെ വാഴ്ത്തിപ്പാടി. ലഹരിമൂത്ത് പാണ്ഡു പാതകം ചെയ്തു. പണ്ട് ദശരഥൻ ചെയ്തതുപോലൊരു കൊടുംപാപം. പാണ്ഡവരും വിരസത ഒഴിവാക്കാൻ മൃഗയാലഹരി മോന്താൻ ഒരിക്കൽ ദ്രൗപദിയെ തനിച്ചാക്കി പോയി ജയദ്രഥനിൽ നിന്ന് അപമാനമേറ്റുവാങ്ങി. വേട്ടയാടി തിമിർക്കവേ പാണ്ഡു 2 മാനുകൾ ഇണചേരുന്നത് കണ്ടു. മഹാനുഭാവനായ മഹാരാജാവ് ഒരു തമാശയ്ക്ക് അമ്പെടുത്തെയ്തു. 2നെയും വകവരുത്തി. വളർന്നത് ഹിംസയിൽ, പഠിച്ചത് ഹിംസ. ആയുധം അരികെ, നായാട്ടിൻ്റെ ലഹരി. മാനുകളുടെ രൂപത്തിൽ ഇണചേർന്നിരുന്നത് കിന്തമമുനിയും അദ്ദേഹത്തിൻ്റെ പത്നിയുമായിരുന്നു. മരിക്കുന്നതിനു മുമ്പ് മുനിയും ശാപം എറിഞ്ഞു. പാണ്ഡുവിന് ശാപം, കിന്തവൻ്റെ ശാപം കഴിഞ്ഞു. എല്ലാം ഗംഭീരം. അന്നു മുതൽ രാജാവിന് പത്നിമാരെ സമീപിക്കാൻ വയ്യാതായി. പാണ്ഡു ഒടുങ്ങി. മാദ്രി സതിയനുഷ്ഠിച്ചു. 5 മക്കളെയും കൂട്ടി കുന്തി ഹസ്തിനപുരിയിലേക്ക്. അന്ധമായ മുഖത്ത് ചിരസ്ഥായിയായ നീരസവുമായി അവിടെ ധൃതരാഷ്ട്രൻ സിംഹാസനത്തിലിരുന്നു. പിന്നെ കുന്തിയുടെ ജീവിതത്തിൽ ദുരന്തങ്ങളുടെ ഘോഷയാത്ര. നേരത്തെ സൂചിപ്പിച്ച പോലെ സമാധാനത്തിൻ്റെ ഇടവേളകൾ കുന്തിയുടെ ജീവിതത്തിൽ വിരളമായിരുന്നു. ഇന്ദ്രപ്രസ്ഥത്തിൽ മഹാറാണിയായി ജീവിച്ച കുറച്ചു വർഷങ്ങൾ കുന്തി ആഹ്ലാദവതിയായിരുന്നു. മനഃശാന്തിയുടെ ദിനങ്ങൾ, പ്രസന്നമായ പുലരികൾ, രമണീയങ്ങളായ സായാഹ്നങ്ങൾ. മക്കളുടെയും ദ്രൗപദിയുടെയും കൂടെ നിശ്ചിന്തയായി കഴിഞ്ഞ കാലം. അതൊക്കെ പെട്ടെന്ന് മാഞ്ഞു.
ഹസ്തിനപുരിയിൽ നിന്ന് ചൂതുകളിക്കുള്ള ക്ഷണവുമായി ധർമ്മത്തിൻ്റെ അവതാരം തന്നെ എത്തി. അനിശ്ചിതത്വത്തിൻ്റെ രാവുകളിലേക്ക് കുന്തിയുടെ ജീവിതം കൂപ്പുകുത്തി. വിധവയ്ക്ക് മക്കൾ മാത്രം ആശ്വാസം. അവൾക്ക് സ്വന്തമായ ജീവിതമോ ആഗ്രഹമോ ഇല്ല. അവരെ നോക്കിയിരുന്ന് ദിനങ്ങൾ കൊഴിഞ്ഞു വീണു. കന്യകയായി, പത്നിയായി, അമ്മയായി, നായികയായി, ദുഃഖപുത്രിയായി, ചിരിച്ചും കരഞ്ഞും നിരാലംബയായും കുന്തി എന്ന ഇതിഹാസകഥയുടെ അരങ്ങിൽ വന്നുപോയിക്കൊണ്ടിരുന്നു. വിതുരൻ സൗഹൃദത്തിൻ്റെ രജതരേഖയായി നിന്നു. പാണ്ഡവരുടെ വനവാസകാലത്ത് കുന്തി വിതുരഗൃഹത്തിൽ പാർത്തു. വിതുരൻ അവരെ സന്തോഷിപ്പിച്ചു, ആശ്വസിപ്പിച്ചു, സാന്ത്വനിപ്പിച്ചു. ഹസ്തിനപുരിയിൽ പാർക്കാം എന്ന ഹൃദയവിശാലത ഗാന്ധാരി അന്ന് പ്രകടിപ്പിച്ചിരുന്നില്ല. കുന്തി അരികെയിരിക്കുന്ന ഗാന്ധാരിയുടെ മെലിഞ്ഞ രൂപത്തെ നോക്കി. അന്നത്തെ ഗാന്ധാരിയിൽ നിന്ന് അരികെ ഇപ്പോൾ ഇരിക്കുന്ന ഗാന്ധാരിയിലേക്കുള്ള ദൂരം. കർണൻ്റെ പിറവി, വിതുളോപാഖ്യാനം, കർണനുമായുള്ള കൂടിക്കാഴ്ച, ആശ്രമവാസപർവ്വത്തിൽ വ്യാസനോട് തൻ്റെ ദുഃഖകഥാകഥനം, ഈ 4 മുഹൂർത്തങ്ങൾക്കാണ് കുന്തിയുടെ ഇതിഹാസ ജീവിതത്തിൽ പ്രാധാന്യം. യുദ്ധപ്രധാനമായ പുരുഷേതിഹാസ ഗാഥകളിലെ ദുഃഖപുത്രിമാർക്കിടയിൽ ഒരാൾ കുന്തി എന്ന സ്ത്രീ. എവിടെ നിന്നോ പുറപ്പെട്ടിരിക്കാവുന്ന വിദൂരമായൊരു വനവന്യയ്ക്കിപ്പുറം അന്ന് പിറക്കാനിരിക്കുന്ന രാവിൽ വ്യാസൻ നൽകാമെന്നേറ്റ നിലാവിലെ വിസ്മയ കാഴ്ചകൾക്കായി ഭഗീരഥയുടെ മണൽത്തിട്ടിൽ കാത്തിരിക്കുന്ന കുന്തി എന്ന വിഷാദ ചിത്രം. ഇതിഹാസത്തിലെ കുന്തി എന്ന ദുഃഖപുത്രിയുടെ കഥയ്ക്ക് അവിടെ വച്ച് ഭരതവാക്യം ചൊല്ലാം.